യെസ്, അങ്ങനെ അപ്പോൾ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനമൊക്കെ പുരോഗമിക്കുകയാണ്. അതിനിടയിൽ ഉപരാഷ്ട്രപതി ധൻഖഡ് രാജിവെച്ചതൊക്കെ വലിയ വിവാദത്തിനിടയാക്കിയിട്ടുണ്ട്. എന്താണ് അപ്രതീക്ഷിതമായ രാജിക്ക് പിന്നിലെന്ന് പറയണമെന്ന് പ്രതിപക്ഷം കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു രാജിവെച്ച ഒഴിവിലേക്ക് ഇനി പകരം ആരെത്തുമെന്നുള്ള ചർച്ചകളൊക്കെ വളരെ സജീവമായി നടക്കുകയാണ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ ജഗ്ദീപ് ധൻഖഡിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയത് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ സമ്മർദ്ദം മൂലമെന്നും സൂചനയുണ്ട്. ജെഡിയുവിന്റെ രാജ്യസഭാ നേതാവും കേന്ദ്ര സഹമന്ത്രിയുമായ രാംനാഥ് ഠാക്കൂറിനെ എൻഡിഎയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയേക്കും. PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, ഉപരാഷ്ട്രപതിയുടെ പെട്ടെന്നുള്ള ഒരു രാജിയൊക്കെ വലിയ വിവാദങ്ങൾക്കും വലിയ ചോദ്യങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നുണ്ട്. അതിലൊരു കൃത്യമായ ഉത്തരവ് ഇതുവരെ നൽകുന്നില്ല. നിതീഷ് കുമാറിന്റെ സമ്മർദ്ദം എന്നുള്ള സൂചനയുണ്ട്. എന്താണ് അതിന് പിറകിലുള്ള കാരണമെന്ന് വ്യക്തമാകുന്നില്ല. അപ്പോൾ തന്നെ എൻഡിഎ ആരെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത്? നിരവധി പേരുകൾ സജീവ പരിഗണനയിൽ ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അരവിന്ദ്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള ജഗ്ദീപ് ധൻഖഡിന്റെ രാജി എന്ന് പറയുന്നത്. അത് പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു രാജി. പക്ഷേ അന്ന് അദ്ദേഹം പാർലമെന്റിൽ രാജ്യസഭാ നടപടികൾ വൈകുന്നേരം 4 മണി വരെ നിയന്ത്രിച്ചിരുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടില്ല എന്നതായിരുന്നു പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. പല റിപ്പോർട്ടുകളും പല തരത്തിൽ നിന്ന് വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി അദ്ദേഹം വലിയ രീതിയിൽ സ്വരച്ചേർച്ചയിലായിരുന്നു െന്നും പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ട്. യശ്വന്ത് വർമ്മയുടെ ഇംപീച്ച്മെന്റ് നോട്ടീസ് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്രവുമായി ഉണ്ടായിരുന്നു. കാരണം യശ്വന്ത് വർമ്മയെ ഇത്തരത്തിൽ ഇംപീച്ച് ചെയ്യണമെന്നൊരു ആവശ്യം ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും സമവായത്തിലൂടെ എടുത്തിരുന്നു. പക്ഷേ ഭരണപക്ഷത്തിന്റെ ഒരു നോട്ടീസ് വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പരിഗണനയ്ക്കെടുത്തുവെന്നും ഇത് രാജ്യസഭയിൽ ഉന്നയിച്ചതാണ് രാജിക്ക് കാരണമായെന്നൊരു റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് JDUവിന്റെയും അതുപോലെ തന്നെ നിതീഷ് കുമാറിന്റെയും സമ്മർദ്ദമാണ് ജഗ്ദീപ് ധൻഖഡിന്റെ രാജിക്ക് വഴിവെച്ചതാണ്. JDUവിന് ഉപരാഷ്ട്രപതി സ്ഥാനം നൽകണമെന്നൊരു ആവശ്യം JDU തന്നെ ഉയർത്തിയിരുന്നു. അത് പ്രധാനമായും JDUവിന്റെ രാജ്യസഭാ നേതാവും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുമായ രാംനാഥ് ഠാക്കൂറിനെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കണം എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്തായാലും അവ്യക്തതകൾ തുടരുകയാണ്. കൃത്യമായ ഒരു വിശദീകരണം ജഗ്ദീപ് ധൻഖഡിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഇതിനുശേഷം രാജിവെച്ചതിന് ശേഷം ആരോടും സംസാരിക്കുവാൻ പോലും തയ്യാറായിട്ടില്ല. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ നിരന്തരം അദ്ദേഹവുമായി ആശയവിനിമയം നടത്തുവാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴൊന്നും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ യാത്രയയപ്പ് പോലും നൽകേണ്ട സാഹചര്യമില്ല എന്നതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും രാജിവെച്ച് പോയാൽ അവർക്ക് ഇത്തരത്തിൽ യാത്രയയപ്പ് പാർലമെന്റിൽ വെച്ച് നൽകാറില്ല. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകണമെന്നും അദ്ദേഹത്തെ നല്ല രീതിയിൽ തന്നെ മടക്കി അയക്കണമെന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം ആവശ്യങ്ങൾ ശക്തമായി തന്നെ തുടരുമ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ട് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രാഥമിക നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വരണാധികാരിയെ തെരഞ്ഞെടുക്കുക, രാജ്യസഭ സെക്രട്ടറി ജനറൽ ആയിരിക്കണം വരണാധികാരിയെ എത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയായ ഉടൻ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കുമെന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജിൽസി.